ഹായ് ഹോൾ വെൽക്കം ബാക്ക്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും യൂസ് ആക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ് ഷെയർ ആക്കുന്നുള്ളത്. ഒരു കിടിലൻ സാൻഡ്വിച്ച് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് വേവിച്ചെടുത്തതോ ഫ്രൈ ചെയ്തെടുത്തതോ ആയ ചിക്കന്, ബോൺലെസ് ചിക്കന് ചെറുതായി കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുക. ഒരു സവാള എടുത്ത് നന്നായി ചെറുതായി കട്ട് ചെയ്തെടുക്കുക. നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. വിനെഗറും ഉപ്പും ഇട്ട് വെച്ച കുക്കുംബർ, വിനെഗറിൽ ഇട്ട് വെച്ച കുക്കുംബർ രണ്ടോ മൂന്നോ എടുക്കുക. ഇവിടെ കിട്ടുന്നത് ചെറിയ കുക്കുംബറാണ് കേട്ടോ. വലിയ കുക്കുംബറാണെന്നെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ട് വളരെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നാട്ടിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾക്കിവിടെ ഇത് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ ഇതുപോലെ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾക്ക് തന്നെ വീട്ടിൽ വിനെഗറും ഉപ്പും ഇട്ട് വെക്കുന്നില്ലേ, കുക്കുംബറൊക്കെ ഉപ്പിലിട്ട് വെക്കുന്നില്ലേ, അതുപോലെ നമ്മൾക്ക് രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലപോലെ കുക്കുംബർ മെൽട്ടായിട്ട് കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മയനൈസ് നമ്മൾക്ക് റെഡിമെയ്ഡ് ആയാലും ഹോം മെയ്ഡ് ആയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഹെയിൻസിൻ്റെ മയനൈസ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ ഏത് റെസിപ്പിക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കിട്ടുമെങ്കിൽ ഇതെടുക്കാൻ ശ്രമിക്കുക. നോർമൽ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ അത് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ടത് മസ്റ്റർഡ് സോസ് 1 ടേബിൾ സ്പൂണാണ്. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പൈസി എത്ര നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അധികം പെപ്പർ ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെയാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ നമുക്ക് ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ സാൻഡ്വിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ സൈഡ് കളഞ്ഞാലാണ് കൂടുതൽ ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ലെറ്റ്യൂസിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്യൂസ് നല്ലൊരു സാധനമാണ് കേട്ടോ, നമ്മളെ ഹെൽത്തിന് നല്ലൊരു അടിപൊളി സാധനമാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ് ഒരു 1-2 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ബ്രെഡ് കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്, പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയുന്നില്ല, സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റുമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും, സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റും. ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിലും നമുക്കിത് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ലെറ്റ്യൂസ് ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ടിട്ട് കാണുന്നത് ഒരു അരോചകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ബ്രെഡിന് കണക്കായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ എങ്ങനെയെങ്കിലും ഈ ലീഫൊക്കെ ഒന്ന് വയറ്റിലെത്തിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക.